വർക്ക് കംപ്ലീറ്റ് ആവാത്ത ഈ ഒരു വീടിന് മുന്നിൽ കാട് പിടിച്ചിരിക്കുന്ന ഈ അവസ്ഥയെ കാട് വെട്ടിയ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്ന വീഡിയോയാണ് ഇന്നത്തെ കാഴ്ചകൾ. മെഷീൻ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും പുല്ല് വെട്ടുന്ന സമയത്ത് ഉണ്ടാകാറുള്ള ഒരു പ്രശ്നമാണ് ചെറിയ വർക്കുകൾ, പ്രത്യേകിച്ച് ഈ ഒരു 4-5 സെൻറ്റിലൊക്കെ വരുന്ന ഒരു വീട് കഴിഞ്ഞിട്ടുള്ള കുറഞ്ഞ ഭാഗം വെട്ടുന്നതിന് എങ്ങനെയാണ് ചാർജ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ സാധാരണ കാട് വെട്ടൽ മണിക്കൂർ ബേസിലാണ് കൂലി കണക്കാക്കാറുള്ളത്. ഇത്തരം ചെറിയ വർക്കുകൾ വരുന്ന സമയത്ത് ഒരിക്കലും മണിക്കൂർ നോക്കിയിട്ട് കൂലി വാങ്ങുന്ന സമയത്ത് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കത് മുതലാവില്ല. കാരണം അവർ ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഷീൻ വഹിച്ചു കൊണ്ടുള്ള പിന്നെ വാഹനത്തിൻ്റെ ചിലവ്, പിന്നെ അവർ സൈറ്റിൽ വരുന്ന വർക്ക് എടുക്കുന്ന അവരുടെ കൂലി, മെഷീൻ്റെ റെൻറ്റ്, മെഷീനിന് വേണ്ടുന്ന ഇന്ധനം, അതിൽ ഫ്യൂവല്, ഓയിൽ, ഗ്രീസ് ഒക്കെ അതിൽ ഉൾപ്പെടാം. അല്ലെങ്കിൽ വെട്ടാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ്, റോപ്പ് ഒക്കെ ഈ ചിലവിൽ വരും. അപ്പോൾ ഇതുപോലെയുള്ള ചിലവുകളൊക്കെ വഹിച്ചുകൊണ്ട് ഒരു സൈറ്റിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 1-1.5-2 മണിക്കൂറിനൊക്കെ മണിക്കൂർ കണക്കാക്കിയിട്ട് കൂലി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും അത് മുതലാവില്ല. കാരണം അവർ ചിലവാക്കിയ ഒരു ചിലവ് പോലും ഒരുപക്ഷെ അവിടെ മുതലാവില്ല. ഇത്തരം വർക്കുകൾക്ക് നമ്മൾ മിനിമം കൂലിയാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ അത് ഏത് മേഖലയായാലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് വർക്ക് കൂടുതൽ ചെയ്യുന്ന സമയത്താണ് അത് ഒരു ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.